ഒരു കയ്യടി ആവാ രണ്ടുപേരും എന്തിനു നോക്കി നിൽക്കും ഇത്ര നന്നായി പാടിയിട്ട്. അപ്പോ അഷർക്ക ഏതാണ് ഈ രാജാത്തി? ഇതിന്റെ ചക്രക്കുടങ്ങളാണ്. ഏതായാലും ഒരേ ഫ്രെയിമിൽ ഇവരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല സന്തോഷം കേട്ടോ. കാരണം ഒരു കാര്യം കൂടെ പറയാണ്ട്, അടിപൊളി വോയിസ് ആണ് കേട്ടോ. ഇങ്ങനെ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാനല്ലാതെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നാള് പിന്നെ ഇതിൽ തന്നെ മഴവിൽ മനോരമന്റെ പാട്ടിലെ താരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മറ്റേ പേരെന്തായിരുന്നു, ശ്രേയാജിയുടെ സൗണ്ട് ഉണ്ട്, സൗണ്ടാണെന്നും പറഞ്ഞു. പിന്നെ അതുപോലെ ചെറിയൊരു ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ഒരു സൈഡ് നോക്കില്ലേ, ഒരു സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ സപ്പോർട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇവരെ ഇങ്ങനെ തന്നെ ഒരു പാട്ടുകാരികളായിട്ട് വളർത്താൻ തന്നെയാണോ താല്പര്യം, അത് മറ്റെന്തെങ്കിലും? ഇല്ല, ഇവരൊരു ഗായികമാരാകണം തന്നെയാണ് എൻ്റെ. 3 പേരും അങ്ങനെ തന്നെയാണ് താല്പര്യം? 3 പേരും എനിക്ക് താല്പര്യമാണ്. പക്ഷേ ഇവർ 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടില്ല. അവർക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പോലും ഇവർ പാടില്ല. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് പ്രോഗ്രാം വരുന്ന ഒരു റിസോർട്ടുണ്ട് ഇവിടെ, സാജ് റിസോർട്ട്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും തരുന്നതാണ്. അതുപോലെ എല്ലാത്തിനും, കാരണം ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നമുക്കിപ്പോൾ അവരാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത്.